ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദിവ്യപ്രഭയുടെ പ്രഭാവത്തിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങിയാണ്. കേരളത്തിൽ വെറും 20-30 ഷോകൾ മാത്രം കളിക്കുന്ന ഒരു സിനിമ ഇന്ന് 25 ലക്ഷം രൂപയിലേക്ക് എത്തുകയാണ്. ഒരു പക്ക അവാർഡ് പടമായിട്ട് വന്ന പായൽ കപാടിയ ഡയറക്റ്റ് ചെയ്ത് കനി കുസൃതിയും ദിവ്യപ്രഭയും നായികമാരായി എത്തിയ ഈ ഒരു സിനിമ പ്രത്യേകിച്ച് അതിലെ നഗ്നരംഗങ്ങൾ കൊണ്ട് തന്നെ തരംഗമായി തീർന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ഓളം ഈ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം തിയേറ്ററിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസവും 1.5-2 ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് വരുന്നത്. വെറും 28 ഷോകളിൽ നിന്നാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇന്ന് 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ ഏകദേശം 30% ഒക്യുപ്പൻസി ഞായറാഴ്ച തരംഗമായി മാറുകയാണ്. ഇന്ന് സിനിമ ട്രാക്ഡ് കളക്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 1,50,000 രൂപയോളമാണ്. അതായത് ഏകദേശം 2-2.5 ലക്ഷം രൂപയാണ് ഡെയിലി സിനിമയ്ക്ക് വെറും 20-25 ഷോകളിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് 13-14 ഷോകളാണ്. അപ്പോൾ നോക്കാം 20 ഷോയും 14 ഷോയുമായിട്ടുള്ള ഡിഫറൻസ്. സിനിമ ഒരു വലിയ സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് എത്തുകയാണ്. ഇവിടെ പ്രഗത്ഭരായ താരങ്ങളോ അങ്ങനെയൊന്നും വേണമെന്നില്ല ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകാൻ. 2024 മറ്റൊരു സൂപ്പർ ഹിറ്റ് മൂവിയിലേക്ക് എത്തുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നമ്പർ 1 സിനിമയായി മലയാളത്തിൻ്റെ യശസ് നേടിയെടുത്ത അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് യശസ് നേടിക്കൊടുത്ത ചിത്രമാണ്. ഇന്ന് ഈ സിനിമ ഈ കേരള തിയേറ്ററുകളിൽ തരംഗമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഒരൊറ്റ നഗ്നരംഗങ്ങൾ കൊണ്ട് തന്നെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദിവ്യപ്രഭ ഒരു താരമായി മാറുകയാണ് ഈ ഒരൊറ്റ സിനിമ കൊണ്ട്. അവരുടെ അഭിമുഖവും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു. വളരെ ലൈറ്റായിട്ട് തന്നെ അവർ ഈ കാര്യങ്ങളെ എടുക്കുന്നു. കാരണം താൻ ഏത് കഥാപാത്രമാണോ ചെയ്തത് അതിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് കാണികൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുകയാണ്, വീണ്ടും ഒരു താരോദയം കൂടി ഇവിടെ നടക്കുന്നു. പ്രത്യേകിച്ച് ഇത്രയും സിനിമകളിൽ നമ്മൾ മിക്കതും കണ്ടത് മെയിൽ ഡോമിനേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഫീമെയിൽ ഡോമിനേഷനിലൂടെ ഒരു സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് എത്തുന്നു. ഇന്നും സിനിമയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തുമ്പോൾ കേരള കളക്ഷൻ 25 ലക്ഷം രൂപയും കടന്നു പോകുന്നു. ഒരുപക്ഷെ ഈ ഒരു സിനിമ ഒരു ദിവസം പോലും തിയേറ്ററിൽ ഓടുമോ, ഒരു 10,000 രൂപ പോലും നേടുമോ എന്നുള്ളിടത്ത് നിന്നാണ് 25 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഭീകരമായ ഒരു ഹിറ്റായി മാറിയിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.